എങ്ങനെയുണ്ട് കേട്ടോ പടം? എങ്ങനെയുണ്ട്? നൈസ് പടം, നൈസ് പടം. ആസിഫിക്കായാലും കിടിലം പെർഫോമൻസ്, ആ പയ്യനൊക്കെ ആയാലും പൊളി. നൈസ് പടം, നല്ല എഡിറ്റിംഗ് ആയാലും നല്ല മ്യൂസിക് ആയാലും ഭുവൻ വാസന്തിയുടെ കിടിലം മ്യൂസിക്കാണ്. ഇപ്പം ദീപ് പറമ്പോലായാലും മറ്റേ നമ്മുടെ ദിവ്യപ്രഭ പെർഫോമൻസ് ഒക്കെ ആയാലും കിടിലം പെർഫോമൻസ്. ബ്രോ, നമ്മുടെ ആസിഫ് അലി കഴിഞ്ഞ 2 പടം 50 കോടി ആയിരുന്നില്ല, അപ്പൊ ഈ പടം ആ രീതിയിൽ എന്തെങ്കിലും ഇതാവോ? സാധ്യത ഉണ്ട് നല്ല, കാരണം ഇമോഷണൽ എത്ര ടച്ച് ചെയ്യുന്നൊരു മൂവിയാണ് ബ്രോ. നല്ലതായിട്ട് ഹുക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ. ഒരിടത്ത് പോലും ലാഗ് അടിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പടം ചെറിയൊരു പടം, ഒരു കൊച്ചു പടമാണ്. ഒരു ഫാമിലിക്കൊക്കെ കേൾക്കാവുന്ന ഒരു പടം അങ്ങനെയാണ് പറയാം. സർക്കിട്ട് പടത്തിനെ കുറിച്ച് അങ്ങനെ വേണം പറയാം. കാരണം പിന്നെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോ ആസിഫ് അലി അതേപോലെ തന്നെ ദീപ് പറമ്പോള് എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ ദുബായിൽ അവിടെ കണ്ട ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ദുബായ് രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും. പിന്നെ ആസിഫ് അലിയും ദീപ് പറമ്പോളും കൂടാണ്ട് ഇതിലൊരു കൊച്ചും കൂടിയും ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ആ കൊച്ചി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വൺ ടൈം വാച്ച് മൂവി, എന്തായാലും ധൈര്യമായിട്ട് ഫാമിലിക്കൊക്കെ കയറാവുന്ന ഒരു പടം. ഈ അവധിക്കാലം കുട്ടികളായിട്ട് പോയി കാണാൻ ഇല്ല, അതായത് ഇത് കുട്ടികൾക്ക് പറ്റുന്ന പടമെന്ന് എനിക്ക് തോന്നല്ല. കാരണം ആ ഫാമിലി കഥ പറയുമ്പോൾ ഒരു ചെറിയ ലാഗ് പോലെയൊക്കെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് പറ്റിയൊരു പടം ഒന്ന് എടുത്തു പറയാൻ പറ്റില്ല. ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് തോന്നല്ല, കാരണം കണ്ടിട്ട് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് വൺ ടൈം വാച്ച് മൂവി അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ.